പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും മാറ്റമില്ലാത്ത ആകാശവും ഭൂമിയും കടന്നുപോയാലും മാറ്റമില്ലാത്ത വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും വിശ്വസിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഞാനൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. 2019 ഒക്ടോബർ 13 ഒരു ഫിലിപ്പ് എന്ന് വിളിക്കുന്ന ഒരു മകന്, അന്ന് ഞാൻ ജർമ്മനിയിലായിരുന്നു. ആ സമയത്ത് ഒരു മകൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു, സിസ്റ്ററെ നാളെ ഞാൻ ജയിലിൽ പോവുകയാണ്. ഏത് സൗദി അറേബ്യയിൽ ജയിലിൽ പോവുകയാണെന്ന്. അപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്താ പറ്റിയ സഹോദരായി എന്ന് പറഞ്ഞപ്പോഴും ഒരു ബിസിനസ് മേഖലയാണ്, നമുക്കറിയാം. പല ധ്യാന സെൻ്ററുകളിലൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരു മകനാണ്. പക്ഷെ ബിസിനസ് തുടങ്ങി ഉയർന്നു പോകുന്ന സമയത്താണ് പെട്ടെന്നാണ് യാദൃശ്യമായിട്ടും പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട പാർട്ട്നേഴ്സ് ഒറ്റക്കൊടുത്തതിൻ്റെ പേരിൽ ആജീവനാന്തം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ. പ്രിയപ്പെട്ട മക്കളെ, ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോൾ സഹോദരൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതാണ്. സിസ്റ്ററിൻ്റെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും ദൈവത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഞാൻ പറഞ്ഞു, സഹോദര, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതിലുപരി ഫിലിപ്പ്, നിന്റെ വിശ്വാസമാണ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ കലവറ, അല്ലെങ്കിൽ അത്ഭുതത്തിന്റെ വാതിൽ തുറക്കപ്പെട്ട വാതിലായ യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ ആ കർത്താവ് നിനക്ക് വേണ്ടി വാദിക്കുന്നവൻ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, പിറ്റേ ദിവസം ആ സഹോദരൻ വീണ്ടും വിളിച്ചു, ഞാൻ ജയിലിലേക്ക് പോവുകയാണ്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ 3 മക്കളുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാതെ 23 കോടി രൂപ ഞാൻ 6 മാസത്തിനുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ജയിലിൽ നിന്ന് മോചനം നേടി എനിക്ക് തിരിച്ചു വരാം. പക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥ. പ്രിയപ്പെട്ട മക്കളെ, അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായ കർത്താവ് ഉണ്ടെങ്കിൽ, നീ നീതിമാനായ ദൈവമായ കർത്താവ് നീതിമാൻ കരങ്ങളുയർത്തി ദൈവസന്നിധിയിൽ അവന്റെ കഷ്ടതയുടെ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം, പ്രിയപ്പെട്ട മക്കളെ, വാക്ക് പാലിക്കുന്നവൻ തന്നെയാണ്. ഞാൻ പറയുന്നവ നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് മാറ്റമില്ലാത്ത വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഞങ്ങൾ ഗ്രൂപ്പ് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോഴും ജോബിന്റെ പുസ്തകം 19:25 കണ്ടു. എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം എനിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും. പ്രിയപ്പെട്ട മക്കളെ, 6 മാസം ജയിലിൽ കിടന്നു. അപ്പോൾ ജാമ്യമില്ലാത്ത ഒരവസ്ഥയിൽ കടന്നു പോകുമ്പോൾ അപ്പോഴാണ് കൊറോണ പിടിച്ചത്. പ്രിയപ്പെട്ടവർ, ഈ കൊറോണ പിടിച്ച സമയത്ത് യാദൃശ്യമായിട്ട് ഈ മകൻ പുറത്ത് കിടക്കേണ്ട ഒരു സാഹചര്യം വന്നു. നമുക്കറിയാം, ആ സമയത്തൊക്കെ ജയിലിൽ കിടന്ന മക്കൾക്ക് ഒത്തിരി നേട്ടങ്ങൾ ഒക്കെ വന്നൊരു സമയമാണ്. ഇന്ന് ആ മകന് യൂറോപ്യൻ രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആ ജീവിതം മുഴുവനും ദൈവവചനത്തിന് വേണ്ടിയിട്ട് സുവിശേഷ വേല പ്രഖ്യാപനം ചെയ്യുകയാണ്. കാരണം എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും. പ്രിയപ്പെട്ട മക്കളെ, ആ സഹോദരൻ ജയിലിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തു വന്നു. പക്ഷേ ഈ സഹോദരനെ ഒറ്റിക്കൊടുത്ത സഹോദരന്മാര് ഈ മകനോട് വന്ന് പ്രാർത്ഥനാപൂർവം ക്ഷമ ചോദിക്കുകയാണ്. സഹോദരൻ തെറ്റുപറ്റിപ്പോയി. കാരണം ഒന്നിനു പുറകെ ഒന്നായിട്ട് ദുരന്തങ്ങളായിട്ട് ആ കുടുംബത്തിലേക്ക് ദൈവമായ കർത്താവ് പറഞ്ഞു വിട്ടു. ദൈവമായ കർത്താവ് പറഞ്ഞു വിട്ടതല്ല, കാരണം നിസ്സഹായന്റെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ, പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ആ ഫിലിപ്പ് എന്ന് വിളിക്കുന്ന മകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 24 മണിക്കൂറിൽ 3 മണിക്കൂർ 4 മണിക്കൂർ മാത്രമേ സിസ്റ്ററെ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. ജയിലിന്റെ ഓരോ ദിവസങ്ങളും, ഓരോ അറകളും, ഓരോ ദിവസങ്ങളും, ഓരോ മിനിറ്റുകളും എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ ജയിലിന്റെ അറകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുവാൻ, എൻ്റെ സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി ആബാ പിതാവിന്റെ കരങ്ങളിൽ, സ്വർഗത്തിൽ എനിക്കൊരു അപ്പനുണ്ടെങ്കിൽ ആ അപ്പനറിയാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ആ മകൻ, പ്രിയപ്പെട്ട മക്കളെ, നിലവിളിച്ചു. പക്ഷെ ആ നിലവിളി സ്വർഗത്തിന്റെ സന്നിധിയിലെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ആ ജീവനാന്തം ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്ന ആ മകന് 9-ാം മാസം ജയിലിൽ നിന്ന് ദൈവമായ കർത്താവ് മാറ്റമില്ലാത്ത വചനം ആ മകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ആ മകൻ പറഞ്ഞു, ഓരോ ദിവസവും 10, 30, 35 ജപമാല ഞാൻ ചെല്ലും.
ഓരോ ജപമാല മണികളും ഞാൻ ഉതിർത്തുമ്പോഴും കണ്ണുനീരിന്റെ, ദുഃഖത്തിന്റെ, വേദനയുടെ, നമ്പരത്തിന്റെ, ഒറ്റപ്പെടുത്തലിന്റെ, പരിഹാസത്തിന്റെ, അവഗണനയുടെ ഓരോ മണികളാണ് ഞാൻ ദൈവസന്നിധിയിലേക്ക് പരിശുദ്ധ അമ്മ വഴി ഞാൻ ഉയർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് മാതാവിന് വേണ്ടിയിട്ട് നമ്മൾ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഗാഗുൽത്താ മാതാവ് ഗാഗുൽത്താ വചനകൂടാരത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്നു എങ്കിൽ നിന്റെ ദീനരോഗത്തിന്റെ വിലാപത്തിന്റെ മുന്നിൽ ഇന്ന് അമ്മ വഴി എനിക്കും നിങ്ങൾക്കും അത്ഭുതത്തിന്റെ കലവറ ഒഴുക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന മക്കൾ ഒന്ന് ചേർന്ന് ഹല്ലേലൂയ, അന്തരം തുറന്നുകൂടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ദാവീദ് പറയുന്നുണ്ട്, അങ്ങ് കാണുന്നുണ്ട് എന്റെ കഷ്ടപ്പാടും വേദനകളും, തീർച്ചയായിട്ടും എന്റെ ദൈവമായ കർത്താവ് കാണുന്നുണ്ട്. മക്കളെ, നമ്മുടെ കഷ്ടപ്പാടും വേദനകളും ഇന്ന് കാണുന്ന ദിവസമാണ്. ആ മകൻ, പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥിച്ചു. ആ മകൻ വിശ്വാസത്തോടെയാണ്, പ്രത്യാശയോടെയാണ്. പരിശുദ്ധ അമ്മ പ്രതിസന്ധികളുടെ മുന്നിൽ പല വാതിലും മുട്ടി. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മ മാതാവും ഓരോ വാതിലും മുട്ടിയിട്ടും അമ്മ പതറിയില്ല. തന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പ്രത്യാശയോടെയുള്ള സമർപ്പണമായിരുന്നു. ഇതുപോലെ മക്കളെ, ഗാഗുൽത്താ വചന കൂടാരത്തില് ഗാഗുൽത്താ നാഥനോട് ചേർന്ന് ഈ മണിക്കൂർ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. നിന്റെ അമ്മ മാതാവ്, സ്വർഗത്തെയും ഭൂമിയെയും കൂട്ടിയെടുക്കുന്ന പരിശുദ്ധ അമ്മ മാതാവ്. പ്രിയപ്പെട്ട മക്കളെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. രക്ഷകന്റെ അമ്മ എന്ന ചാക്രിക ലേഖനത്തില് പരിശുദ്ധ പിതാവ് പറഞ്ഞ ഒരു കാര്യമാണ്, ഉദയസൂര്യന് മുമ്പേ ചക്രവാളസീമകളിൽ ഉദിച്ചുവരുന്ന പുലർക്കാല നക്ഷത്രമാണ് പരിശുദ്ധ അമ്മ മാതാവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഉദിച്ചുയർന്ന സൂര്യനെ വെല്ലുന്ന ശോഭയോടെ പരിശുദ്ധ അമ്മ മാതാവ് സ്വർഗത്തെയും ഭൂമിയെയും കുട്ടിയടക്കുന്ന കണ്ണിയായിട്ട് കടന്നു വന്നുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും വേദന സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നദ്ധയിൽ ഉയർത്തുവാൻ വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട മക്കളെ, അന്ത്യകാല അഭിഷേകം, അനുഗ്രഹമായി, അഭിഷേകമായി, സൗഖ്യമായി, വിടുതലായി അസ്ഥികളുടെ താഴ്വരയിലേക്ക് എസെക്കിയാ പ്രവാചകൻ വചനമായിട്ട് കടന്നു വന്നപ്പോൾ ആ അസ്ഥികളുടെ താഴ്വരയിൽ കിടക്കുന്ന അസ്ഥികൾക്ക് പോലും ജീവൻ പ്രദാനം ചെയ്തതുപോലെ, കാർമലിന്റെ മലമുകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി കടന്നു വന്നതുപോലെ, സീനായ മലമുകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കടന്നു വന്നതുപോലെ, സെഹിയോൻ ഒട്ടുശാലയിൽ പരിശുദ്ധ അമ്മ മാതാവ് ശിഷ്യന്മാരും പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ് അഗ്നി നിറഞ്ഞ് അപ്പസ്തോലന്മാർ ആ ശക്തി അഭിഷേകത്തോടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പോയതുപോലെ ഞാനും നിങ്ങളും പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ വരണ്ടുണങ്ങിയ ജീവിതാവസ്ഥയിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക്, ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് പരിശുദ്ധാത്മാ ശക്തി കടന്നു വരുവാൻ നമ്മൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, വെള്ളത്തിന് മുകളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു. പ്രപഞ്ചത്തിന് മുകളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരെ, ശിഷ്യന്മാരെ, പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തിയ ഒരു ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. ഈ ഒരു ശക്തി പ്രിയപ്പെട്ട മക്കളെ, ഗാഗുൽത്താ വചന കൂടാരത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ശക്തി കൊണ്ട് എന്നെയും നിങ്ങളെ നിറയ്ക്കുന്ന സമയമാണ്. എല്ലാ മക്കളും അതിനെടുത്തിട്ട് യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയുന്ന പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ മാതാവിന് സമർപ്പിക്കപ്പെട്ട ദിവസമാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ മാതാവ് പ്രിയപ്പെട്ട മക്കളെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലൂടെ കടന്നുപോയ ഒരു അമ്മയാണ്. എല്ലാ അവസ്ഥകളും നമ്മളൊന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിൽ ഒരു അമ്മ അനുഭവിച്ച എല്ലാ വേദനകളും ഏറ്റുവാങ്ങിയ അമ്മ മാതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ ബർണാർഡ് പുണ്യാളൻ പറയുന്നുണ്ട്, അമ്മേ മാതാവേ, അമ്മയുടെ സങ്കേതം തേടുന്ന ഒരുവനെയും അമ്മ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന മക്കളൊന്ന് ചേർന്ന് ഹല്ലേലൂയ, അന്തരം തുറന്നിട്ട് ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, അമ്മയുടെ സങ്കേതം തേടുന്ന ഒരു മകനെ, ഒരു മകളെ അമ്മ മാതാവ് ഉപേക്ഷിക്കുകയില്ല എന്ന് ബർണാർഡ് പുണ്യാളൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മക്കളെ, നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അമ്മ മാതാവ് അപേക്ഷിച്ചാൽ ഒരിക്കലും പുത്രനെ ഉപേക്ഷിക്കില്ല. നമുക്കറിയാം, കാനായിലെ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ മാതാവ് മക്കളെ കടന്നു വന്നു. അമ്മ മാതാവ് കടന്നു വന്ന് നമുക്കറിയാം എങ്ങനെയാണ് അമ്മ മാതാവ് കടന്നു വന്നത്.
മക്കളെ യോഹന്നാന്റെ സുവിശേഷത്തില് 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരും അറിയാതെ പോയ ഒരവസ്ഥ. ഒരു കുടുംബത്തിലേക്ക് അമ്മയെ ക്ഷണിക്കപ്പെട്ടു, ഈശോയെ ക്ഷണിക്കപ്പെട്ടു, ശിഷ്യന്മാരെ ക്ഷണിക്കപ്പെട്ടു. നമുക്കറിയാം പ്രിയപ്പെട്ട മക്കളെ, ആ കുടുംബത്തിന്റെ കുടുംബനാഥൻ പോലും അല്ലെങ്കിൽ കുടുംബനാഥ പോലും അറിയാതെ അമ്മ കണ്ടു. എന്താണ് അമ്മ കണ്ടത്? ആ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നു പോകുന്ന അവസ്ഥ. തീർന്നു പോകുന്നതിന് മുമ്പ് തന്നെ അമ്മ മനസ്സിലാക്കി. അമ്മ ആരുടെ സന്നിധിയിലേക്കാണ് പ്രിയപ്പെട്ട മക്കളെ പോയത്? കുടുംബനാഥയുടെ അടുത്തേക്കല്ല പോയത്, കുടുംബനാഥന്റെ അടുത്തേക്കല്ല പോയത്, അല്ലെങ്കിൽ ചുറ്റും കൂടിയിരിക്കുന്ന ജനാവലിയുടെ മുന്നിലേക്കല്ല അമ്മ പോയത്. മറിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ, അതിലുപരി ഞാൻ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാതെ എൻ്റെ തിരുക്കുമാരൻ ഈ കുടുംബത്തിന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അമ്മ മാതാവ് തിരിച്ചറിഞ്ഞു. മക്കളെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, കാനായിലെ കുടുംബത്തിലേക്ക് അമ്മ മാതാവ് കടന്നു വന്നു എങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് അമ്മ മാതാവ് കടന്നു വരും. മക്കളെ, നമ്മുടെ വിശ്വാസത്തോടെ നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ ആകുലപ്പെട്ട മനസ്സായിരിക്കാം മക്കളെ, ഉത്കണ്ഠപ്പെട്ട മനസ്സായിരിക്കാം. പക്ഷേ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്നവ നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഞാൻ പറയുന്നവ നിറവേറ്റുക തന്നെ ചെയ്യും, മാറ്റമില്ലാത്തവൻ. അമ്മ മാതാവ് ഈശോയുടെ സന്നിധി ചോദിച്ച ഒരു കാര്യമുണ്ട്, മകനെ, ആ കുടുംബത്തിന്റെ വീഞ്ഞ് ഇല്ലാതെ ഇരിക്കുന്നു. ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. പക്ഷെ അമ്മയാണ് അറ്റുനോറ്റ് വളർത്തി നൊന്ത് പ്രസവിച്ച തൻ്റെ അമ്മ പല വാതിലും മുട്ടി, കൊട്ടിയടയ്ക്കപ്പെട്ട വാതിൽ. പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിന്റെ എല്ലാ തിക്താനുഭവങ്ങളും അപമാനങ്ങളും പീഡനങ്ങളും നിന്ദനങ്ങളും ഏറ്റുവാങ്ങിയ തൻ്റെ അമ്മ, ആ അമ്മ പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, പുത്രന് ആ അപേക്ഷയ്ക്ക് മുന്നിൽ അത്ഭുതം പ്രവർത്തിക്കേണ്ടി വന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അറിഞ്ഞു ചെല്ലുമ്പോഴും ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ഏതെങ്കിലും വീടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികളിലോ ഫംഗ്ഷനിലോ നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് നമ്മളൊക്കെ നോക്കും. ആ കുറവുകൾ 10 പേരോട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. പണ്ടൊക്കെ അറിയാം, നമ്മൾ നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഫോൺ വിളിച്ച്. ഇന്ന് നമുക്കറിയാം ഉടനടിയാണ്, കാരണം നമ്മളൊക്കെ ടെക്നിക്കൽ വേൾഡിലാണ്, അല്ലെ ഡിജിറ്റൽ വേൾഡിലാണ്, കമ്പ്യൂട്ടർ വേൾഡിലാണ് ജീവിക്കുന്നത്. ഇന്ന് വാട്സപ്പിലൂടെ അല്ലെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ ഒരു നിമിഷം കൊണ്ട് നമ്മളൊക്കെ മറ്റുള്ളവരുടെ കുറവ് കണ്ടുപിടിക്കാൻ നോക്കുന്നവരാണ്. പക്ഷേ അമ്മ മാതാവ്, പ്രിയപ്പെട്ട മക്കളെ, ആ കുടുംബത്തിന്റെ കുടുംബനാഥയോ കുടുംബനാഥനോ അറിയാതെ അമ്മ തിരുക്കുമാരന്റെ സന്നദ്ധിയിൽ മധ്യസ്ഥം വഹിക്കുകയാണ്. മക്കളെ, ഇതാണ് നമ്മുടെ പരിശുദ്ധ അമ്മ മാതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുറവുകൾ അമ്മ ആഘോഷമാക്കാൻ നോക്കിയില്ല, മറിച്ച് ആ കുടുംബത്തിന്റെ വേദനയുടെ നടുവിലേക്ക് അമ്മ കടന്നു വന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ട മക്കളെ, ഞാനും നിങ്ങളും പരിശുദ്ധ അമ്മ മാതാവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായ അൻസലം വിശുദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴും അമ്മ നമ്മുടെ കൈപിടിക്കും. അമ്മ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തും. ഹല്ലേലൂയ. മക്കളെ, പരിപൂർണ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് അമ്മ ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തതാണ്. കാരണം നമുക്കറിയാം, ഗബ്രിയേൽ ദൂതന് അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധനായ ദൈവത്തിന്റെ കരങ്ങളിലൂടെ പരിശുദ്ധ അമ്മ മാതാവ് തന്നെ വിട്ടുകൊടുക്കുകയാണ്. അത്യുന്നതൻ നിന്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കടന്നു വരും. പ്രിയപ്പെട്ട മക്കളെ, ഒരു ഡീറ്റെയിലും പറയുന്നില്ല, പുരുഷൻ ആരാണെന്ന് പറയുന്നില്ല, മറ്റൊരു കാര്യം പറയുന്നില്ല. പക്ഷെ അമ്മ മാതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് എങ്ങനെ സംഭവിക്കും? പക്ഷെ ഉത്തരക്ഷണത്തിന് അമ്മ പരിശുദ്ധ അമ്മ മാതാവ് ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 37-ാം തിരുവചനം പറയുന്നുണ്ട്, മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, മനുഷ്യർക്ക് അസാധ്യം എന്ന് തോന്നുന്നത് ദൈവത്തിന് സാധ്യമാണെന്ന് പരിശുദ്ധ അമ്മ മാതാവ് വീണ്ടും വീണ്ടും നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തി തരികയാണ്. നിന്റെ ജീവിതത്തിന്റെ കടബാധ്യത, മക്കളില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ദുഃഖപ്പെട്ട് മരണപ്പെട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടൽ, കഷ്ടപ്പാട്, വേദനകള്,
പലതരത്തിലുള്ള ദുഃഖങ്ങൾ, മക്കള് വഴിതെറ്റിപ്പോയി പലതരത്തിലുള്ള ഡ്രഗ്സിന് അടിപ്പെട്ടു, അല്ലെങ്കിൽ തെറ്റായ ബന്ധത്തിന് അടിപ്പെട്ടു, ജീവിത പങ്കാളിന്നുണ്ടാകുന്ന ദുഃഖ അനുഭവങ്ങൾ, മക്കളെ പരിശുദ്ധ അമ്മയിലേക്ക് നീ കൊട്ടിക്കണം. മനുഷ്യർക്ക് സാധ്യം. ഞാൻ ഓർക്കുകയാണ്, ആഫ്രിക്കയിലെ കെണിയയിൽ ഒരു എൽദോ എന്ന് വിളിക്കുന്ന ഒരു മകന് ഓർഫനേജിൽ വളർന്നു വന്നവരാണ്. അപ്പോൾ എന്നും ഓർഫനേജ് വളർന്ന സമയത്ത് ഒരു സഹോദരൻ പറഞ്ഞു, നിനക്ക് അമ്മയും അപ്പനും ഇല്ലാത്തതുകൊണ്ടല്ല നീ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സുഹൃത്ത് പറഞ്ഞു, നിനക്ക് അമ്മയും അപ്പനും ഇല്ല, പക്ഷേ നിനക്കൊരു അമ്മയുണ്ട്, പരിശുദ്ധ ദൈവമാതാവ്. എന്നിട്ട് ഈശോയുടെ അമ്മയെക്കുറിച്ച് സുഹൃത്ത് എല്ലാം എൽദോയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. വെളിപ്പെടുത്തി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ മകൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണെന്ന് പറയാം, ഈശോയെ എനിക്ക് അമ്മയോ അപ്പനുമില്ല, എല്ലാവരുടെയും അമ്മയും അപ്പനും കാണാൻ വരുന്നു, അവരെ സ്നേഹിക്കുന്നു. ഇനിയാണ് ആ എൽദോ എന്ന് വിളിക്കുന്ന മകന്റെ ഒരു പുസ്തകമുണ്ട്, നമ്മൾ ഒരു ബയോഗ്രഫി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തൻ്റെ ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധ അമ്മ മാതാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ആ മകൻ പറയുകയാണ്, ഞാൻ ഈശോയോട് ഒരു കാര്യമായി മാത്രമേ ഉള്ളൂ, ഈശോയെ നിന്റെ അമ്മയെ എനിക്കിന്ന് തരുവാണെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ മറ്റാരും എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് 56 രാജ്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വലിയൊരു മകനായിട്ട് അമ്മയെക്കുറിച്ച് ലോകം മുഴുവൻ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ആ മകൻ കടന്നു പോവുകയാണ്. എന്തിനു വേണ്ടി? ഞാൻ ഈശോയുടെ അമ്മയെ എൻ്റെ സ്വന്തം ജീവിതത്തിൽ അമ്മയായിട്ട് ഞാൻ ഏറ്റുവാങ്ങിയെന്ന്. ഹല്ലേലൂയ. മക്കളെ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷകന്റെ അമ്മ എന്ന് പറഞ്ഞ ചാക്രി ലേഖനത്തിലും പരിശുദ്ധ അമ്മ മാതാവിനെ തന്നെ വിട്ടുകൊടുത്തു, വിമല ഹൃദയത്തിന് തന്നെ വിട്ടുകൊടുത്തു. എന്തുകൊണ്ടാണ്? പാറമടയിൽ നിന്നും പത്രോസിന് സിംഹാസനത്തിലേക്ക് എന്നുള്ള ഒരു പുസ്തകത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയൊരു കുറിപ്പുണ്ട്. കാരണം 13ാം വയസ്സിൽ അപ്പനും അമ്മയും ജ്യേഷ്ഠനും മരിച്ചു, ആരുമില്ല. പാറമടയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ട്രക്ക് വന്നിടിച്ചു, ഒരു കനലിലേക്ക് തെറിച്ചു വീണു, ആരുമില്ല, നിലവിളിച്ചു, ആരും കേൾക്കാനില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പോലും ആരുമില്ല. കാരണം നമുക്കറിയാം, ഒരു 13 വയസ്സിലൊരു ബാലന് ആരുമില്ലാത്തൊരവസ്ഥയിൽ വീണുകിടക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകളുയർത്തി ആകാശത്തിൽ നോക്കിയപ്പോഴാണ് നീല അങ്കി ഉടയാട് ധരിച്ച ഒരുവളെ കാണുന്നു. അറിഞ്ഞില്ല, എങ്ങനെയോ എഴുന്നേറ്റു, ആരോ കൈപിടിച്ചുയർത്തിയ പോലെ തൊട്ടടുത്ത് കിടന്നിരുന്ന ദേവാലയത്തിലേക്ക് ഓടിയപ്പോഴാണ്, അവിടെ നോക്കുമ്പോഴാണ് ഈ ഞാൻ കണ്ട അതേ ഒരു അമ്മ ഈ ദേവാലയത്തിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ആരുമില്ലാത്ത സമയങ്ങളിൽ നിന്റെ നിലവിളി പരിശുദ്ധ അമ്മ മാതാവ് കേൾക്കുമെന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്. പാറമടയിൽ നിന്നും പത്രോസിന് സിംഹാസനത്തിൽ നിന്ന പുസ്തകത്തില് പരിശുദ്ധ പിതാവ് എവിടെയൊക്കെ ലോകത്തിന്റെ എവിടെയൊക്കെ പോയിട്ടുണ്ടോ പ്രിയപ്പെട്ട മക്കളെ, അവിടെയൊക്കെ പരിശുദ്ധ അമ്മ മാതാവിന് 1ാം സ്ഥാനം കൊടുത്തു. കാരണം ജീവിക്കുന്ന ക്രിസ്തുവിനെ, യേശുവിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞത് പരിശുദ്ധ അമ്മ മാതാവിലൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ ഓരോ ദിവസവും പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് ഒത്തിരി കൊന്തകൾ ചെല്ലുന്നതാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ മക്കളെ, പരിശുദ്ധ അമ്മ മാതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആരോടെങ്കിലും നിനക്ക് ക്ഷമിക്കാനുണ്ടോ? അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യും. അവൻ എന്താണ് നമ്മളോട് പറയുന്നത്? അനുതപിക്കുക എന്നുള്ളത് മാത്രമാണ്. മക്കളെ, ഗാഗുൽത്താ വചന കൂടാരത്തിലേക്കും ദൈവമായ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നുവെങ്കിൽ നമ്മൾ വിശ്വസിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കൂടെയുണ്ടെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം. ഒരിക്കലും ഒരു സഹോദരൻ പറയുകയാണ്, ശ്രീ, എൻ്റെ ജീവിത പങ്കാളി രാവിലെ 5:30 പള്ളി പോകും, 24 മണിക്കൂറും കൊന്ത ചൊല്ലും, പക്ഷെ വീട്ടിൽ ഒരു കാര്യം ചെയ്യുകയില്ല, ഒരു കാര്യം ചെയ്യും, മക്കളുടെ കാര്യം നോക്കില്ല, എൻ്റെ കാര്യം നോക്കില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിശാച് അവളിലേക്ക് കുടികൊള്ളുന്ന പോലെയാണ്, എന്തു പറഞ്ഞാലും പൊട്ടിത്തെറിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുപോലെ കൊണ്ടുപോകണം. കാരണം അത് പരിശുദ്ധ അമ്മ മാതാവ് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. മക്കൾ, നമ്മുടെ 24 മണിക്കൂറും പ്രാർത്ഥിക്കാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെട്ടില്ല. 1 മിനിറ്റ് നമ്മൾ ഹൃദയം തുടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ആ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുകയാണ്. നമുക്കറിയാം, ജീവിതത്തിലെല്ലാം തീർന്നു എന്ന് വിചാരിച്ച ഒരു മോശയ്ക്ക് വേണ്ടി ഈജിപ്തിൽ നദിയിലൂടെ ഒടുങ്ങിപ്പോകുന്ന മോശയ്ക്ക് മുന്നിൽ ഒരു മകളെ കർത്താവ് ഉയർത്തുകയാണ്. എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച മോശ
പ്രിയപ്പെട്ട മക്കളെ, മോശയ്ക്ക് മുന്നിൽ ഒരു മകളെ ദൈവമായ കർത്താവ് ഉയർത്തുകയാണ്. എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോഴും പ്രിയപ്പെട്ട മക്കളെ, നിന്റെ ധീരത്തിന്റെ വിലാപത്തിന്റെ മുന്നിലേക്ക് ദൈവം കടന്നു വരും, ഈശോ കടന്നു വരും, പരിശുദ്ധ അമ്മ മാതാവ് കടന്നു വരും. നീ വിശ്വസിക്കണം, നീ പ്രാർത്ഥിക്കണം. എന്നിട്ട് ആ സഹോദരൻ പറഞ്ഞുകൊണ്ട്, സിസ്റ്റർ എന്താണെന്ന് അറിയത്തില്ല, ഇവളിൽ ഒരു പിശാച് കൂടിയതുപോലെയാണെന്ന്. പക്ഷെ ഞങ്ങളെ കാണുമ്പോൾ പ്രിയപ്പെട്ട മക്കൾ, ആ സഹോദരി എപ്പോഴും ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. അങ്ങനെ എപ്പോഴും ഈശോയുടെ അനുഭവം ഉണ്ടായി, പരിശുദ്ധ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം ഇന്ന് പലരും അത്ഭുതങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ്. മക്കളെ, അത്ഭുതങ്ങൾ നമുക്കറിയാം നല്ലതാണ്. അത്ഭുതങ്ങൾ കാണുവാന്, കേൾക്കുവാന്, അറിയുവാന്, എവിടെ അത്ഭുതം നടക്കുന്നോ അവിടെയൊക്കെ മക്കൾ നമ്മൾ ഓടുന്നവരാണ്. പക്ഷെ ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ അത്ഭുതങ്ങളുടെ പുറകെ ഓടുന്നവരല്ല മക്കളെ, നമ്മൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളായി. എവിടെയൊക്കെ വചനത്തിന്റെ പൊരുൾ അഴിയുന്നുണ്ടോ അവിടെയൊക്കെ അത്ഭുതങ്ങളുണ്ട്. അപ്പോൾ ഈ സഹോദരിയുടെ ഹസ്ബൻഡ് പറഞ്ഞു, സിസ്റ്റർ ഇവളുള്ള പ്രാർത്ഥനാ ആലയത്തിൽ മുഴുവൻ പോകും, ലോകത്തിൽ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോകും. എവിടെയൊക്കെ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ യൂറോപ്യൻ നാടുകളിൽ പോയി, മെക്സിക്കോയിൽ പോയി, മെഡ്ജഗോറിയയിൽ പോയി, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും പറഞ്ഞു. എന്നിട്ട് ഇവർക്ക് ഒരു മാറ്റവുമില്ല. മക്കളെ, നിങ്ങൾ ഓർക്കണം, നമ്മൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു മകനാണെങ്കിൽ മകളാണെങ്കിൽ അവിടെ പ്രാർത്ഥനയുടെ ശക്തിയല്ല, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്, വിദ്വേഷത്തിന് മേഖലയുമായിട്ട് ഞാനും ഞങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, ആ കുടുംബത്തിൽ തലമുറകളായിട്ട് കടന്നു വരുന്ന ഓരോ പ്രാർത്ഥനയുടെ ഓരോ മണികൾ ഉയർത്തുന്നതിന്റെ ഭവനത്തിൽ നമ്മൾ ശാപത്തിന്റെ കെട്ടുകൾ വലിച്ചു വരുത്തരുത്. നമ്മൾ പല സ്ഥലത്തും ഓടും, എവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. മക്കളെ, നിന്റെ വീട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ആലയമാണ്. നീ ആയിരിക്കുന്ന ആ സ്ഥലത്തുള്ള ദേവാലയം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. നീ ലോകം മുഴുവനും ഓടിയാലും നീ ദൈവത്തിന്റെ സന്നദ്ധയില് ഹൃദയം നുറങ്ങി അനുതാപത്തോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, മറ്റുള്ളവരെ കാണിക്കാതെ ദൈവസന്നദ്ധയില് നിന്റെ പ്രാർത്ഥനകൾ നീ ഉതിരുമ്പോഴും കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, അതിനെ തുറന്നുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ വിചാരിക്കണം, ആ സഹോദരൻ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, സിസ്റ്ററെ അവളുടെ പ്രാർത്ഥന നിർത്താൻ പറയുകയാണ് തന്നെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുമെന്ന്. മക്കളെ, നമ്മുടെ കുടുംബത്തിൽ നിന്നെക്കുറിച്ച് നിന്റെ ജീവിത പങ്കാളി പറയുന്നുണ്ടോ, അല്ല നിന്റെ മക്കൾ പറയുന്നുണ്ടോ? നീ ചിന്തിക്കണം, എവിടെയോ നിനക്ക് മാറ്റം വരുത്താനുണ്ട്, എവിടെയോ നിനക്ക് മാറ്റം വരുത്താനുണ്ട്. ആരെല്ലാം നിന്നെ ഉപദേശിച്ചാലും പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിന്റെ ഹൃദയത്തെ തുറക്കണം. നമുക്കറിയാം, ഈശോ പറഞ്ഞ ഒരേ ഒരു കാര്യമുണ്ട്, ആരെല്ലാം എവിടെയെല്ലാം ആരൊക്കെ ഉപദേശിച്ചാലും അവിടെയൊന്നും പ്രിയപ്പെട്ട മക്കളെ മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷെ ആരെല്ലാം പ്രാർത്ഥന കൊണ്ട് തന്നെ ദൈവസ്ഥലം ഉയർത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ അത്ഭുതങ്ങൾ ദൈവമായ കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, അതരം തുറന്നുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ ആ സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരി ലോകം മുഴുവനും പോകേണ്ട ആവശ്യമില്ല, സഹോദരി സ്വന്തം കുടുംബത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക, അപ്പോൾ തന്നെ മാറ്റങ്ങൾ വരുന്നു. എന്നിട്ട് ആ സഹോദരി പിന്നീട് ദിവസം ആ സിസ്റ്റർ എന്നെ കുറ്റപ്പെടുത്തി, എൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് കുറ്റപ്പെടുത്തി, എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തെറ്റിദ്ധരുത്തേണ്ട സമയങ്ങൾ നമ്മൾ പെടുക തന്നെ ചെയ്യണം. കാരണം നമ്മൾ തെറ്റിദ്ധരുത്താതെ, നല്ല പ്രാർത്ഥനക്കാരിയാണ്, 24 മണിക്കൂറും പള്ളിയിൽ പോകുന്നു, കൊന്ത ചെല്ലുന്നു, ഒത്തിരി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിന്റെ നിലവിളി കേൾക്കുന്നില്ല എങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മളിൽ എന്തോ മാറ്റം വരുത്തേണ്ട സമയമാണെന്നും. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും ആ സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വന്നു, കൗൺസിലിന് വേണ്ടി കടന്നു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടല്ലോ, സാരമില്ല, ഈശോയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ആ സഹോദരി പറഞ്ഞ ഒരു കാര്യമുണ്ട്, സിസ്റ്റർ കല്യാണം കഴിച്ചു, ഒത്തിരി ആഗ്രഹത്തോടെ ജീവിത പങ്കാളി ഒരു കുടുംബജീവിതരെ കടന്നു വന്നു. പക്ഷെ നേരെ വിപരീതമായിട്ടുള്ള ജീവിതാനുഭവമായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു, ഓക്കെ, എനിക്ക് വിട്ടു നിൽക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി ഞാൻ എടുത്ത ഒരു ആയുധമാണ് പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക. എനിക്ക് വീട്ടിൽ വരുമ്പോൾ സമാധാനമില്ല. പ്രിയപ്പെട്ട മക്കളെ, ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകളിൽ നമ്മളൊക്കെ കണ്ടുപിടിക്കും. കുടുംബത്തിലിരിക്കാതെ പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഓടും. മക്കളെ, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ ചെയ്യാതെ പലതരത്തിലുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്കും അല്ലെങ്കിൽ പലതരത്തിലുള്ള ധ്യാന സ്ഥലങ്ങളിലേക്കും പള്ളിയിലേക്കും നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. ഈശോ നമ്മളോട് പറയുന്നതാണ്, നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണോ അത് അതിൻ്റെ പൂർണ്ണത ചെയ്തു തീർക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവ് നമ്മളോട് പറയുന്ന ഒരേ ഒരു കാര്യമാണ്,
മക്കളെ, ദൈവം എന്താണോ, ഈശോ എന്താണോ പറയുന്നത്, അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പൂർത്തീകരിക്കുക. തിരുവനന്തപുരത്ത് ഹല്ലേലൂയ, അതരം തോന്നിട്ട് ഹല്ലേലൂയ, അതരം തുറന്നിട്ട് ഹല്ലേലൂയ. മാറ്റമില്ലാത്ത ദൈവമായ കർത്താവ് മക്കളെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷം ഉണ്ടാകും. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. പക്ഷെ ദൈവം നമ്മളോട് പറയുകയാണ്, നിന്നെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. മക്കളെ, അവിടെ നമുക്കറിയാം, കിടന്നുറങ്ങുന്ന സമയത്തും ദൈവത്തിന്റെ ദൂതൻ തട്ടി ഉണർത്തിക്കൊണ്ട് പറയുകയാണ്, നീ എഴുന്നേറ്റ് ഭക്ഷിക്കുക. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും വെള്ളവും. മക്കളെ, ദൈവം നമുക്ക് വേണ്ടി ഇന്ന് ഒരുക്കി തന്നത് പരിശുദ്ധ അമ്മ മാതാവും ദൈവത്തിന്റെ വചനവുമാണ്. പലതരത്തിലുള്ള ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പമായിട്ടും അല്ലെങ്കിൽ വെള്ളമായിട്ടും പ്രിയപ്പെട്ട മക്കളെ, ദൈവമായ കർത്താവ് നമ്മളോട് പറയും, ഇന്ന് എവിടെയൊക്കെ വചനം പ്രസംഗിക്കുന്നു അവിടെയൊക്കെ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എവിടെയൊക്കെ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, എവിടെയൊക്കെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ, കുടുംബത്തിലെ മക്കളില് പ്രിയപ്പെട്ട മക്കളെ, അവിടെ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. ചുടുകളിലേക്ക് ചുട്ടെടുത്ത അപ്പം എടുത്ത് ഭക്ഷിക്കാനും വെള്ളം കുടിക്കുവാനും ദൈവദൂതൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ വീണ്ടും അത് കഴിച്ചിട്ട് പ്രിയപ്പെട്ട മക്കളെ വീണ്ടും പ്രവാചകൻ ഉറങ്ങുകയാണ്. രണ്ടാമതും ദൈവദൂതൻ എഴുന്നേറ്റ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഭക്ഷണം വീണ്ടും എടുത്ത് കഴിക്കുവാൻ. യാത്ര ദുഷ്കരമായിരിക്കാം. മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥന ഇല്ല എങ്കിൽ, വചനത്തിൽ ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ മക്കളെ, ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളും ദൈവമായ കർത്താവ് നമുക്ക് പ്രാർത്ഥന തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വചനം തന്നിട്ടുണ്ട്, ഇത് വാങ്ങി ഭക്ഷിക്കുവാൻ. ജെറമിയ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ വചനം ഞാൻ വാങ്ങി ഭക്ഷിച്ചപ്പോൾ അതെന്റെ ജീവിതത്തില് നാവിന് ആനന്ദാവൃതമായിരുന്നു, മധുരമായിരുന്നു. ഇതുപോലെ പ്രിയപ്പെട്ട മക്കളെ, മാറ്റമില്ലാത്ത തമ്പുരാന്റെ വചനം എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ മാധുര്യമാകണമെങ്കിൽ, ആനന്ദകരമാക്കണമെങ്കിൽ ഞാനത് വാങ്ങി ഭക്ഷിക്കണം, അത് വായിക്കണം, അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കണം. പ്രിയപ്പെട്ട മക്കളെ, ജീവിതം ദുഷ്കരമാണെന്ന് പ്രവാചകനോട് ദൈവദൂതൻ പ്രഖ്യാപിച്ചു എങ്കിൽ എന്നോടും നിങ്ങളോടും ദൈവമായ കർത്താവ് പറയുകയാണ്, ദൈവവചനത്തിന്റെ പ്രാർത്ഥനയ്ക്ക്, വിശ്വാസത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു മകനെ, ഒരു മകളെ, ഒരു കുടുംബത്തെ, ഈ ലോകത്തിലെ ഒരു അന്ധകാര ശക്തികളെ, ഒരു തിന്മയുടെ ശക്തികളെ തകർക്കാൻ ദൈവമായ കർത്താവ് അനുവദിക്കില്ല എന്ന്. ഹല്ലേലൂയ, അതരം തുറന്നുകൊണ്ട് ഹല്ലേലൂയ. മാറ്റമില്ലാത്ത തമ്പുരാന്റെ വചനമാണ് മക്കളെ. കാരണം അത് അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മഴയും മഞ്ഞും ആകാശത്ത് വരുന്നു, അത് ഭൂമിയെ നനയ്ക്കുന്നു, സസ്യങ്ങൾ മുളപ്പിക്കുന്നു, മനുഷ്യ മക്കൾക്ക് ആഹാരം പ്രദാനം ചെയ്യുന്നു. ഇതുപോലെ ദൈവത്തിന്റെ അതിർത്തി കടന്നു വരുന്ന ഓരോ വാക്കും അത് എന്തുദ്ദേശത്തിന് കടന്നു വരുന്നു, അത് പല രഹിതമായിട്ട് കടന്നു പോവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവമായ കർത്താവ് നമ്മളോട് പറയുകയാണ്, നീ വിശ്വസിക്കണം, നീ പ്രാർത്ഥിക്കണം. നമുക്ക് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പ്രിയപ്പെട്ട മക്കളെ, ഗനേസറത്തെ തടാകത്ത് ഈശോ കടന്നു വരികയാണ്. നമുക്കറിയാം, മീൻ പിടിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ശിമിയോൻ പത്രോസ് കടന്നുപോയി. മക്കൾ, നമ്മൾ ആ അധ്യായങ്ങൾ, ആ 5-ാം അധ്യായം 1 തൊട്ട് 15-11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഗനേസറത്ത് തടാകത്ത് വലിയൊരു ജനം, ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയ സമയം ഈശോയെ അറിയുവാൻ, അനുഭവിക്കുവാനും. പ്രിയപ്പെട്ട മക്കളെ, രാത്രിയുടെ യാമങ്ങൾ മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ശിമിയോനും ഒരു സഹോദരനും കൂടിയിരുന്ന് ഒന്നും കിട്ടാതെ എംപ്റ്റി ആയിട്ടുള്ള, ശൂന്യമായിട്ടുള്ള വല വലിച്ചെടുക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഒരു വലിയൊരു സമൂഹം അവിടെ നിൽക്കുന്നു. മാറി നിന്ന് ഈ 2 സഹോദരങ്ങൾ വല കഴുകുന്ന സമയമുണ്ടായിരുന്നു. പക്ഷെ ആ ജനക്കൂട്ടത്തിലും ഈശോ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ആ വല കഴുകുന്ന ആ 2 സഹോദരങ്ങളെ ഈശോ കാണുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, വലിയൊരു സമൂഹത്തിൽ ഞാനും നിങ്ങളും ഒറ്റപ്പെട്ടു പോകുമ്പോഴും ഈശോ നിന്നെ കാണുന്ന കണ്ണുകളാണ്. മക്കളെ, മാറ്റമില്ലാത്ത ഈശോ ശിമോന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്കൊന്നും കിട്ടിയില്ലേ എന്ന്. മക്കളെ, ആയിരങ്ങൾ നിൽക്കുകയാണ്. അവരോടല്ല ഈശോ ചോദിച്ചത്. വലകെട്ട് വഴി വിഷമിച്ച്, നിരാശപ്പെട്ട്, സങ്കടപ്പെട്ട്, ദുഃഖം പാറത്താല് ജീവിതത്തിന്റെ തീരത്ത് പ്രിയപ്പെട്ട മക്കളെ, ഞാനും നിങ്ങളും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തകർന്ന മക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയോർത്ത് തകർന്ന് വീഴുന്ന സമയങ്ങളിൽ എന്നെയും നിങ്ങളെ കാണുന്ന ദൈവത്തിന്റെ കണ്ണുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ, ശിമോൻ പത്രോസിന്റെ ജീവിതത്തിന്റെ പടവിലേക്ക് ദൈവമായ കർത്താവ് കടന്നു വരികയാണ്. നിരാശപ്പെട്ടിരുന്ന ആ ശിമോൻ പത്രോസിന്റെ ജീവിതത്തിന്റെ പടവിലേക്ക് യേശു കടന്നു വന്നപ്പോൾ ലോകം മുഴുവനും അറിയപ്പെട്ട മകനായിട്ട് ആ വഞ്ചിയിലേക്ക്, ആ വള്ളത്തിലേക്ക് ഈശോ കടന്നു വരികയാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത സമയത്തും ശിമോൻ പത്രോസിനോട് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വലതുവശത്തേക്ക് വല വീശുക. ശിമോൻ പത്രോസ് ഒന്നും പറഞ്ഞില്ല. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും വീണ്ടും ഈശോയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മക്കളെ വല വീശി
ആ ലോകത്ത് പ്രിയപ്പെട്ട ആ ദേശത്ത് ഒരിക്കലും കിട്ടാത്ത രീതിയിൽ വല മുഴുവനും മത്സ്യങ്ങൾ കടന്നു വരുന്നു. ഇതാണ് പ്രിയപ്പെട്ട മക്കളെ ഈശോ പറയുമ്പോൾ ഞാനും നിങ്ങളും അനുസരിക്കണം. നമ്മൾ അനുസരിക്കുമ്പോൾ മക്കളെ നമ്മൾ ചോദിക്കുന്നതിൽ ഉപരി ദൈവമായ കർത്താവ് തരും. അതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകം 42:2 പറയുന്നത്, ദൈവമേ അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെ ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റുകയില്ലെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് പദ്ധതി ഒരുക്കുന്നത്, ആ പദ്ധതിക്ക് ഞാനും നിങ്ങൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് കടന്നു വരും. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ജീവിതം നിങ്ങൾക്ക് പലർക്കും അറിയാം, പ്രിയപ്പെട്ട മക്കൾ ഒരു കോൺഗ്രേഷന് വേറൊരു കോൺഗ്രേഷനിലേക്ക് ജോലി ചെയ്യാൻ മാറിയപ്പോഴും ഒത്തിരി തിക്ത അനുഭവങ്ങൾ, കുറ്റപ്പെടുത്തൽ, നിന്ദനങ്ങൾ, അപമാനങ്ങൾ. മക്കളെ പതറിയില്ല. ലോകം മുഴുവനും സ്വന്തം വീട്ടുകാർ പോലും കുറ്റപ്പെടുത്തി മുറിപ്പെടുത്തി നിങ്ങൾ ഇങ്ങനെയൊരു സഹോദരി, ഇങ്ങനെയൊരു ഒരാൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല എന്ന് മാറ്റി നിർത്തിയപ്പോഴും ദൈവത്തിന്റെ വചനത്തിന് പ്രിയപ്പെട്ട മക്കൾ 1-ാം സ്ഥാനം കൊടുത്തു. പ്രിയപ്പെട്ട മക്കളെ, ആരെല്ലാം നിന്നെ കുറ്റപ്പെടുത്തി നിന്ദിച്ച് പ്രാർത്ഥനയ്ക്ക് നീ 1-ാം സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവ വചനത്തിന് മക്കളെ ഞാനും നിങ്ങൾ 1-ാം സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം വാളാകുന്ന വചനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. ഞാൻ നിന്നെ ഒരു അനുഗ്രഹത്തിന്റെ പാനപാത്രമാക്കി മാറ്റുമെന്ന് അബ്രാഹത്തോട് ദൈവമായ കർത്താവ്, ഓക്കുമരച്ചോട്ടിലിരുന്ന അബ്രാഹത്തോട് ദൈവമായ കർത്താവ് പറഞ്ഞു വിട്ടു എങ്കിൽ, മക്കളെ എന്നെയും നിങ്ങളെ ശാപത്തിന്റെ കെട്ടുകളിലേക്ക് കൊണ്ടുവിടാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ഒരു അനുഗ്രഹത്തിന്റെ പാനപാത്രമാക്കി മാറ്റുവാൻ, ദേശത്തിന്റെ കുടുംബത്തിന് അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവമായ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നമ്മളോട് പറയുകയാണ്. ദൈവമക്കളെ നമ്മൾ വിട്ടുകൊടുക്കാനും. ബർത്തിമേസ് എന്ന് വിളിക്കുന്ന ഒരു മകനെ നമുക്ക് കാണുവാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം മക്കളെ ഒരു അന്ധയാചകനായിരുന്നു. നമുക്ക് ലോകത്തിന്റെ ഒരു ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ല ഒരു അന്ധയാചകൻ ചരിത്രത്തിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത്. മക്കളെ, പക്ഷേ ചരിത്രത്തിന്റെ പുസ്തകത്തിലേക്ക് ആ അന്ധയാചകനെ ആര് സഹായിക്കാനില്ലാത്തവനെ ഹൃദയത്തിന്റെ നിലവിളി യേശു തമ്പുരാൻ കേട്ടു. ഇതാണ് പ്രിയപ്പെട്ട മക്കളെ, ഞാനും നിങ്ങളും ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു മകനാണോ? മനമുരുകി കരയുന്ന ഒരു മകനാണ്. മനസ്സുരുകുന്ന ആരും കാണുന്നില്ലായിരിക്കാം, ജീവിത പങ്കാളി കാണുന്നില്ലായിരിക്കാം, മക്കൾ കാണുന്നില്ലായിരിക്കാം, അല്ലെ ചുറ്റും വിട്ടുപോലും ഓടി നിൽക്കുന്ന നിന്റെ സുഹൃത്തുക്കള് അല്ലെ ഉറ്റമെന്ന് വിചാരിക്കുന്ന പോലും നിങ്ങൾ കാണുന്നില്ലായിരിക്കാം. പക്ഷേ നിന്നെ കാണുന്ന ദൈവത്തിന്റെ കണ്ണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ തമ്പുരാന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോഴും ഇവിടെ നിന്ന് ഉയരുന്ന ആ പ്രാർത്ഥനകൾക്ക് എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകരായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ നിന്ന് പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് ഗാകുൽത്ത വചന കൂടാരത്തിലേക്ക് മക്കളെ ഞാനും നിങ്ങളും കടന്നു വന്നുവെങ്കിൽ, ഈ ആലയത്തിലെ ഈ വചന കൂടാരത്തിൽ നിന്ന് ഉയരുന്ന ഓരോ പ്രാർത്ഥനകൾക്കും ദൈവമായ കർത്താവ് സദാ കണ്ണും കാതും ജാഗരൂകരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, മാറ്റമില്ലാത്ത വചനമാണ്. ഒരുപക്ഷെ മരണത്തിന്റെ നിഴൽവീണ താഴെ വരാം. ഞാനും നിങ്ങളും കടന്നു പോകുന്നുണ്ടോ? സങ്കടങ്ങളായിരിക്കാം മക്കളെ. സൈന്യബലം ഇല്ലായിരിക്കാം നിങ്ങളുടെ കയ്യിൽ, ആൾബലം ഇല്ലായിരിക്കാം, കരബലം ഇല്ലായിരിക്കാം, പണബലം ഇല്ലായിരിക്കാം. പക്ഷെ കർത്താവിന്റെ വചനത്തിന്റെ ബലം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. മക്കളെ, ഒരു സൈന്യം തന്നെ എനിക്കും നിനക്കുമെതിരെ പാളയമടിച്ചാലും ദൈവത്തിന്റെ വചനത്തിന്, പ്രാർത്ഥനയ്ക്ക്, വിശ്വാസത്തിന്, ദൈവാശ്രയത്തിന് പരിപൂർണമായിട്ടും ഞാനും നിങ്ങളും വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് മാത്രമാണ്. അവിടുന്ന് ആറ്റുതീർന്നിട്ട മരം പോലെയാണ്. മക്കളെ, നമ്മുടെ വേര്, നമ്മുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരങ്ങളിലാണെങ്കിൽ, ദൈവത്തിൽ ആഴ്ന്ന് ഇറങ്ങിയതാണെങ്കിൽ, ഒരു മകനെ, ഒരു മകളെ, ഒരു തിരമാലകളോ ഒരു കൊടുങ്കാറ്റോ ആഞ്ഞടിക്കാൻ ദൈവമായ കർത്താവ് അനുവദിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.